സ്വാഭാവികമായും ഈ ഘട്ടത്തിൽ എന്തെങ്കിലും സഹായം ചെയ്തതായിട്ട് SITക്ക് വിവരമില്ല. നമുക്ക് അത്തരത്തിലുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഇത് അടൂർ പ്രകാശിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ നൽകിയിട്ടുള്ള സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ആത്മബന്ധം ഉണ്ടെന്ന് ആ ചിത്രത്തിലൂടെ നമുക്ക് വ്യക്തമാകും. വെറും ഒരു ഉദ്ഘാടനം പരിപാടിയൊന്നും അല്ല. സോണിയാഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്ത് അടൂർ പ്രകാശ് ഒപ്പം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം ഇവർ തമ്മിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഇനി അറിയേണ്ടത് എന്തെങ്കിലും സഹായം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടൂർ പ്രകാശ് ചെയ്ത് നൽകിയിട്ടുണ്ടോ, സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും സഹായം ചെയ്ത് നൽകിയിട്ടുണ്ടോ, സ്വർണ്ണക്കൊള്ളയിൽ എന്തെങ്കിലും സഹായം നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും ഈ അന്വേഷണം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ഈ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായ ഒരു പശ്ചാത്തലം ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് ഇതിന് ആരോപണ വിധേയരായിട്ടുള്ള മുഴുവൻ ആളുകളെയും കണ്ട് അവരിൽ നിന്ന് വിവരങ്ങൾ തേടുക എന്നുള്ളതും ആവശ്യമാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു മൊഴിയെടുക്കുക, അതിനുശേഷം അതിലൊരു ക്ലാരിറ്റി വരുത്തുന്നതിൻ്റെ ഭാഗമായി വിശദാംശങ്ങൾ വിവരങ്ങൾ തേടുക എന്നുള്ളതാണ്.